ഹായ് എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. ഇതൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു മൈൻഡ് എക്സ്പെരിമെൻ്റ് ആണ്. അതിലേക്ക് ഏറ്റവും ഒരു കാര്യം, പേരൊന്ന് പറയാമോ? സുഗത. ഒരു കാര്യം ചെയ്യുക, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ, പരിചയമുള്ള ഒരുപാട് ആൾക്കാരിന് ഇഷ്ടമുള്ള ഒരാളിൻ്റെ പേരൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അത് ആരുമാകാം, ഒരു പേരൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി ആ ആളുടെ പേര്, അയാളുടെ ചിത്രം, അതെല്ലാം ഒന്ന് മനസ്സിൽ കാണുക. സുഗതയേക്കാൾ പ്രായം അല്പം കുറഞ്ഞ ഒരാളാണ്. അതുപോലെ തന്നെ സുഗതയേക്കാൾ ഒരല്പം പൊക്കം കുറഞ്ഞ ഒരാളുമാണ്. ആളെന്ന് പറയുമ്പോൾ ഫീമെയിലാണ്, ഒരു പെൺകുട്ടിയാണ്. ഏകദേശം ഒരു 17, 18, 19 വയസ്സ് പ്രായത്തിനകത്തുള്ള ഒരാളാണ്. 18 വയസ്സായ ആൾക്ക് ആണെന്ന് തോന്നുന്നു. ഒരു ബ്ലഡ് റിലേഷൻ കാണുന്നുണ്ട് താങ്കളുമായിട്ട്. സിസ്റ്ററാണോ? ആണോ അല്ലേ? ആണ്. ആൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാൾ, എടുത്തു ചാട്ടം, അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരാളാണ്. ശരിയല്ലേ? ആണ്. അത് ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കാഷ്വൽ ഡ്രസ്സിങ് ആണ്. അധികം ഫാഷനബിൾ ഒന്നുമല്ല, കാഷ്വലായിട്ട്, ഫോർമലും അല്ല, അധികം ഫാഷനബിളും അല്ല, കാഷ്വൽ ഡ്രസ്സിങ് ഒക്കെ ഉള്ള ഒരാളാണ്. പെട്ടെന്ന് ദേഷ്യം, എടുത്തുചാട്ടമൊക്കെ ഉള്ള ഒരാളാണ്. എന്നാൽ അതേസമയം തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് പോളിലുള്ള ഒരു ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഭയങ്കര കമ്പാഷനേറ്റ് ആണ്, ഭയങ്കര സഹജീവികളോടൊക്കെ സ്നേഹം, കരുണ, ദയ, എമ്പതിയൊക്കെ കാണിക്കുന്ന ഒരാളുമാണ്. ശരിയല്ലേ? ആണ്. താങ്കളുടെ സിസ്റ്ററുമാണ്. ശരി, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യം, താങ്കളുടെ സ്റ്റാർ സൈൻ അറിയോ? സ്റ്റാർ സൈൻ, സോഡിയക് സൈൻ അറിയോ? പക്ഷെ എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി, അതിലേതെങ്കിലും ഒരു ലെറ്റർ ഒന്ന് മനസ്സിലാലോചിച്ചേ. എൻ്റെ ഒരു സെൻറ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു ലെറ്റർ ഒന്ന് മനസ്സിലാലോചിച്ചേ. ഇപ്പം മനസ്സിലുള്ള ഇ ആണോ? അല്ല, പക്ഷെ അതിലൊരു ഇ ഉണ്ട്. ആൻഡ് ഇ ഈസ് എ സെക്കൻഡ് ലെറ്റർ. ലിയോ ആണ് താങ്കളുടെ സ്റ്റാർ സൈൻ. ശരിയല്ലേ? എൻ്റെ അവസാനമായിട്ട് ആ പേര്, അദ്ദേഹത്തിൻ്റെ പേരൊന്ന് മനസ്സിലാലോചിക്കാമോ? ആ പേരിങ്ങനെ എഴുതിയിരിക്കുന്നതായിട്ടൊന്ന് മനസ്സിലാലോചിക്കുക. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. അതിലൊരു യു എന്ന ലെറ്റർ എനിക്ക് കാണാൻ പറ്റും. അതിലെവിടെയോ ഒരു യു ഉണ്ട്. ശരിയല്ലേ? അതിന് ആദ്യത്തെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് മനസ്സിലാലോചിക്കാമോ? കോൺസണൻസും ഉണ്ട്, വവൽസും ഉണ്ട്. പക്ഷെ അത് കോൺസണൻറ്റിൽ, ഒരു കോൺസണൻറ്റ് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. ബി എസ്, അതേപോലെ എസ്സിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? കൈ ഒന്ന് നീട്ടുന്നതിൽ വിരോധമുണ്ടോ? വലത് കൈ എങ്ങനെ? സുഗത, സിസ്റ്ററിൻ്റെ പേര് സൗര എന്നാണോ? ആണോ? ഇത്രയും പറഞ്ഞിട്ട് എന്താ ഒരു റിയാക്ഷനൊക്കെ ഇല്ലാതെ നിൽക്കുന്നത്? ഓക്കെ, എന്തായാലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് തരാം. ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. ഇത് ഇപ്പോൾ തുറന്നു നോക്കരുത്. ലൈഫിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ, ഫീലിംഗ് സ്റ്റക്ക്, അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്ന സമയത്ത്, സ്റ്റക്കായി നിൽക്കുന്നൊരു സമയത്ത് മാത്രം ഓപ്പൺ ചെയ്യുക. ഇനി എന്ത് ചെയ്യണം, മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞില്ല, എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് അറിഞ്ഞില്ല, ഒന്നും അറിയാത്തൊരു സമയത്ത്, ആ സമയത്ത് മാത്രം ഇത് ഓപ്പൺ ചെയ്യുക. ആ സമയത്ത് തുറന്നാൽ മാത്രമേ ഇതിൻ്റെ മീനിങ് മനസ്സിലാവും. അപ്പോൾ അല്ലാതെ എപ്പോൾ തുറന്നാലും ഇത് മീനിങ് മനസ്സിലാവില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ മാത്രം തുറക്കുക. ഇതിൻ്റെ ഒരു ഗിഫ്റ്റാണ്. താങ്ക് യു സോ മച്ച്.